ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആഷിയാസ് ലേണിംഗ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സാണ്. PSC ബുള്ളറ്റിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സാണ്. മാർച്ച് മാസം 1-ാം ലക്കത്തിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലോട്ട് പോകാം. വിഖ്യാത ബംഗാളി ഗായിക സന്ധ്യ മുഖോപാധ്യായ് 90 അന്തരിച്ചു. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം പശ്ചിമ ബംഗാളിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബംഗാ വിഭൂഷൺ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വിഖ്യാത ബംഗാളി ഗായിക സന്ധ്യ മുഖർജി അന്തരിച്ചു. അവർ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബംഗാ വിഭൂഷൺ തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്ത് ബാലസാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ CG ശാന്തകുമാർ പുരസ്കാരം മലയത്ത് അപ്പുണ്ണിക്ക്. അപ്പോൾ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ CG ശാന്തകുമാർ പുരസ്കാരം ആർക്കാണ്? മലയത്ത് അപ്പുണ്ണിക്കാണ്. 60,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോൾ എന്താ പുരസ്കാരത്തിൽ 60,001 രൂപ. അടുത്ത് മലയാളം മിഷൻ ഡയറക്ടറായി കവിയും അതുപോലെ തന്നെ ഗാനരചയിതാവുമായ മുരുകൻ കാട്ടാക്കട ചുമതലയേറ്റു. എന്താ പറഞ്ഞിരിക്കുന്നത്? മലയാളം മിഷൻ ഡയറക്ടറായിട്ട് കവിയും ഗാനരചയിതാവുമായിട്ടുള്ള മുരുകൻ കാട്ടാക്കട ചുമതലയേറ്റു. അടുത്ത് ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള വനിതകൾക്ക് കിരീടം. ഫൈനലിൽ റെയിൽവേസിനെയാണ് പരാജയപ്പെടുത്തിയത്. കേരളം പരാജയപ്പെടുത്തിയ ആരിനെയാണ്? റെയിൽവേസിനെയാണ്. തുടർച്ചയായ 4-ാം തവണയാണ് കേരളം വനിതകൾ കിരീടം നേടുന്നത്. തുടർച്ചയായിട്ട് 4-ാം തവണയാണ് എന്ത് ചെയ്യുന്നത്? കേരള വനിതകൾ കിരീടം നേടുന്നത്. വോളിബോളിനാണ് ആര് കിരീടം നേടിയത്? കേരള വനിതകൾ കിരീടം നേടിയത്. റെയിൽവേസിനെ പരാജയപ്പെടുത്തി. അടുത്തത് ബ്രസീൽ ക്ലബ്ബ് പാൽമെയ്റാസിനെ കീഴടക്കി ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസിക്ക് ലോക ക്ലബ്ബ് ഫുട്ബോൾ കിരീടം. ബ്രസീൽ ക്ലബ്ബായ പാൽമെയ്റാസിനെ കീഴടക്കി ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസിക്ക് ലോക ക്ലബ്ബ് ഫുട്ബോൾ കിരീടം. കേരളത്തിലെ ആദ്യ കാരവൻ പാർക്ക് വാഗമണ്ണിൽ. സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ കാരവൻ ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് കാരവൻ പാർക്ക് വാഗമണ്ണിൽ ആദ്യമായിട്ട് വരുന്നത്. അടുത്ത് പ്രശസ്ത കഥകളി ഭരതനാട്യ നർത്തകിയും നാടക പ്രവർത്തകയുമായ ഭാനുമതി റാവു മേനോൻ അന്തരിച്ചു. അപ്പോൾ പ്രശസ്ത കഥകളി ഭരതനാട്യ നർത്തകിയും നാടക പ്രവർത്തകയുമായ ഭാനുമതി റാവു മേനോൻ അന്തരിച്ചു. 98 വയസ്സ്. ഡൽഹിയിലെ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ കഥകളിയുടെ സ്ഥാപക അംഗമാണ്. ആര്? അന്തരിച്ച ഭാനുമതി റാവു മേനോൻ. അടുത്ത പോയിന്റ്, കോട്ടയം ജില്ലയിലെ അയ്മനം ഗ്രാമം 2022 സന്ദർശിച്ചിരിക്കേണ്ട ലോകത്തെ 30 വിനോദസഞ്ചാര ഗ്രാമങ്ങളിലൊന്നായി അന്താരാഷ്ട്ര ടൂറിസം മാഗസീനായ കൊണ്ടേ നാസ്റ്റ് ട്രാവലർ തിരഞ്ഞെടുത്തു. അപ്പോൾ കോട്ടയം ജില്ലയിലെ അയ്മനം ഗ്രാമം 2022 സന്ദർശിച്ചിരിക്കേണ്ട ലോകത്തെ 30 വിനോദസഞ്ചാര ഗ്രാമങ്ങളിലൊന്നായി അന്താരാഷ്ട്ര ടൂറിസം മാഗസീനായ കൊണ്ടേ നാസ്റ്റ് ട്രാവലർ തിരഞ്ഞെടുത്തു. അടുത്തത് സംഗീത സംവിധായകനായിരുന്ന MK അർജുനൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ MK അർജുനൻ മാസ്റ്റർ പുരസ്കാരം ഗായകൻ P ജയചന്ദ്രന്. അപ്പോൾ അർജുനൻ മാസ്റ്റർ പുരസ്കാരം ആർക്കാണ്? MK അർജുനൻ മാസ്റ്റർ പുരസ്കാരം ആർക്കാണ്? P ജയചന്ദ്രന്. MK അർജുനൻ മാസ്റ്റർ ഫൗണ്ടേഷനാണ് അർജുനോപഹാരം എന്ന പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയത്. അപ്പോൾ അർജുനോപഹാരം എന്ന പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയത് ആരാണ്? MK അർജുനൻ മാസ്റ്റർ ഫൗണ്ടേഷനാണ്. അപ്പോൾ ആർക്കാ കിട്ടിയത്? P ജയചന്ദ്രന്. അടുത്തത് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും കൊൽക്കത്ത ഈസ്റ്റ് ബംഗാളിൻ്റെ ഇതിഹാസവുമായിരുന്ന സുർജിത് സെൻഗുപ്ത 71 അന്തരിച്ചു.
അപ്പോൾ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും കൊൽക്കത്ത ഈസ്റ്റ് ബംഗാളിൻ്റെ ഇതിഹാസവുമായിരുന്ന സുർജിത്ത് സെൻഗുപ്ത അന്തരിച്ചു. അടുത്തതായിട്ട് KPC ലളിതയെക്കുറിച്ചാണ് പറയുന്നത്. അനായാസ അഭിനയം കൊണ്ട് അരനൂറ്റാണ്ട് മലയാള സിനിമയുടെ അമരത്ത് നിറഞ്ഞു നിന്ന നടി KPC ലളിത അന്തരിച്ചു. 74 വയസ്സ്. മഹേശ്വരി അമ്മ എന്നായിരുന്നു യഥാർത്ഥ പേര്. KPC ലളിതയുടെ യഥാർത്ഥ പേര് മഹേശ്വരി അമ്മ എന്നായിരുന്നു. 2016 മുതൽ കേരള സംഗീത നാടക അക്കാദമി അധ്യക്ഷയാണ്. 2016 മുതൽ കേരള സംഗീത നാടക അക്കാദമിയുടെ അധ്യക്ഷയാണ് ആര്? KPC ലളിത. സംവിധായക പ്രതിഭ പരേതനായ ഭരതൻ്റെ ഭാര്യയാണ് KPC ലളിത. നടനും സംവിധായകനുമായ സിദ്ധാർത്ഥ് ഭരതൻ മകനാണ്. 500-ൽ പരം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് KPC ലളിത. അമരം, ശാന്തം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അമരം, ശാന്തം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അടുത്തത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതിൻ്റെ റെക്കോർഡ് ഇന്ത്യൻ താരത്തിന്. എന്താണ്? ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതിൻ്റെ റെക്കോർഡ് ഇന്ത്യൻ താരത്തിന്. മിസോറാമിനെതിരായ രഞ്ജി ട്രോഫി മത്സരത്തിൽ 341 റൺസ് നേടിയാണ് ബീഹാറിൻ്റെ യുവതാരം സക്കീബുൾ ഗനി റെക്കോർഡ് സ്വന്തമാക്കിയത്. അപ്പോൾ ആരാണ്? സക്കീബുൾ ഗനിയാണ് കേട്ടോ യുവതാരം. എത്ര റൺസാണ് എടുത്തിരിക്കുന്നത്? 341 റൺസാണ് എടുത്തിരിക്കുന്നത്. ബീഹാറിൻ്റെ കളിക്കാരനാണ് ആര്? സക്കീബുൾ ഗനി. അപ്പോൾ മിസോറാമിനെതിരെയുള്ള രഞ്ജി ട്രോഫി കളിയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സക്കീബുൾ ഗനി റെക്കോർഡ് സ്വന്തമാക്കിയത്. അടുത്തത് ബോളിവുഡിൻ്റെ ഡിസ്കോ കിങ് എന്നറിയപ്പെട്ട സംഗീത സംവിധായകനും ഗായകനുമായ ബപ്പി ലാഹിരി അന്തരിച്ചു. അപ്പോൾ എന്താണ്? ബോളിവുഡിൻ്റെ ഡിസ്കോ കിങ് എന്നറിയപ്പെട്ട സംഗീത സംവിധായകനും ഗായകനുമായ ബപ്പി ലാഹിരി 69 വയസ്സ് അന്തരിച്ചു. ബപ്പി ലാഹിരി. 435 സിനിമകൾക്ക് സംഗീതം പകർന്നിട്ടുണ്ട്. 1986-ൽ 33 സിനിമകൾക്കായി 180 ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ബപ്പി ലാഹിരി ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത് ഏത് വർഷമാണ്? 1986 1986ലാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കുന്നത്. 33 സിനിമകൾക്കായി 180 ഗാനങ്ങൾ റെക്കോർഡ് ചെയ്താണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത്. അടുത്തത് സംസ്ഥാനത്തെ മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അപ്പോൾ എന്താണ്? സ്വരാജ് പുരസ്കാരങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നോക്കൂ, മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരുവനന്തപുരം മികച്ച ജില്ലാ പഞ്ചായത്തായും കോഴിക്കോട് മികച്ച കോർപ്പറേഷനായും എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി മികച്ച ഗ്രാമപഞ്ചായത്തായും തിരഞ്ഞെടുത്തു. അപ്പോൾ സ്വരാജ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അതിൽ മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? തിരുവനന്തപുരമാണ്. മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? തിരുവനന്തപുരമാണ്. മികച്ച കോർപ്പറേഷനോ? കോഴിക്കോട്. മികച്ച കോർപ്പറേഷൻ കോഴിക്കോട്. അതുപോലെ തന്നെ മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. അടുത്തത് സിനിമ സീരിയൽ നടൻ കോട്ടയം പ്രദീപ് 61 വയസ്സ് അന്തരിച്ചു. സീരിയൽ നടൻ കോട്ടയം പ്രദീപ് അന്തരിച്ചു. അടുത്തത് പ്ലൂട്ടോയുടെ ഉപരിതലത്തിലെ അന്തരീക്ഷമർദ്ദം ഭൂമിയേക്കാൾ 80,000 മടങ്ങ് കുറവെന്ന് പഠനം. എന്താണ്? പ്ലൂട്ടോയുടെ ഉപരിതലത്തിലെ അന്തരീക്ഷമർദ്ദം ഭൂമിയേക്കാൾ 80,000 മടങ്ങ് കുറവെന്ന് പഠനം. ഉത്തരാഖണ്ഡിലെ ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേഷൻ സയൻസിലെ അംഗങ്ങൾ അടങ്ങുന്ന അന്താരാഷ്ട്ര ശാസ്ത്രജ്ഞരുടെ സംഘമാണ് പഠനം നടത്തിയത്. അപ്പോൾ ഉത്തരാഖണ്ഡിലെ ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേഷണൽ സയൻസിലെ അംഗങ്ങൾ നടത്തിയ പഠനത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പ്ലൂട്ടോയുടെ ഉപരിതലത്തിലെ അന്തരീക്ഷമർദ്ദം ഭൂമിയേക്കാൾ 80,000 മടങ്ങ് കുറവെന്ന് പഠനം. അടുത്തത് ഇതുവരെ കണ്ടെത്തിയതിൽ
ഏറ്റവും വലുതെന്ന് കരുതുന്ന റേഡിയോ ഗാലക്സിയെ ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന റേഡിയോ ഗാലക്സിയെ ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഭൂമിയിൽ നിന്നും 300 കോടി പ്രകാശവർഷങ്ങൾ അകലെയാണ് ഈ താരാപഥം. ഭൂമിയിൽ നിന്നും 300 കോടി വർഷങ്ങൾ അകലെയാണ് ഈ താരാപഥം. പുതിയ താരാപഥത്തിന് അൽസിയോണസ് എന്ന് പേര് നൽകി. എന്ത് പേരാണ് നൽകിയത് പുതിയ താരാപഥത്തിന്? അൽസിയോണസ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലുതെന്ന് കരുതുന്നത് റേഡിയോ ഗാലക്സിയെ, അല്ലേ, എന്താണ്, റേഡിയോ ഗാലക്സിയാണ് ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. ഇത് ഭൂമിയിൽ നിന്നും എത്ര അകലെയാണ്? 300 കോടി പ്രകാശവർഷങ്ങൾ അകലെയാണ്. പുതിയ താരാപഥത്തിന് എന്താണ് പേര് നൽകിയത്? അൽസിയോണസ്. അടുത്തത് 2022 സൻസദ് വിശിഷ്ട രത്ന പുരസ്കാരം ആർക്കാ കിട്ടിയത്? NK പ്രേമചന്ദ്രൻ MP ചെന്നൈ ആസ്ഥാനമായുള്ള പ്രൈം പോയിന്റ് ഫൗണ്ടേഷനാണ് പാർലമെൻറ്റിൽ MP-മാരുടെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുരസ്കാര ജേതാക്കളെ നിശ്ചയിക്കുന്നത്. അടുത്തത് പ്രശസ്ത കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ആദ്യത്തെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം നിരൂപകയായ ഡോക്ടർ M ലീലാവതിക്ക്. പ്രശസ്ത കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ആദ്യത്തെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം എന്താണ്? വൈഷ്ണവം. വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ഓർമ്മയ്ക്കായിട്ട് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ആർക്കാണ് ആദ്യം കിട്ടിയത്? നിരൂപകയായ ഡോക്ടർ M ലീലാവതിക്ക്. പുരസ്കാര തുക 6 അല്ലേ, 1,11,111 രൂപ. 6. വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കവിതകളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ പഠനം, കവിതയുടെ വിഷ്ണുലോകം എന്ന കൃതിയാണ് പുരസ്കാരം നേടിയത്. അപ്പോൾ എന്താണ്? പ്രശസ്ത കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ആദ്യത്തെ പുരസ്കാരമാണ് ഇത്? വൈഷ്ണവം സാഹിത്യ പുരസ്കാരം. അല്ലെങ്കിൽ അത് ആദ്യമായി ഏർപ്പെടുത്തിയ ആർക്കാണ് കിട്ടിയത്? ഡോക്ടർ M ലീലാവതിക്ക്. പുരസ്കാര തുക 6. നമ്മൾ പണ്ട് 6 വള്ളത്തോൾ പുരസ്കാരവും 6 അല്ലേ. അപ്പോൾ അതുപോലെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ഏതാണ്? 6. വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കവിതകളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ പഠനം, കവിതയുടെ വിഷ്ണുലോകം. എന്താണ്? കവിതയുടെ വിഷ്ണുലോകം എന്ന കൃതി. അതായത് അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ പഠനമായിട്ടുള്ള ഒരു ബുക്കാണ് ഇത്, കവിതയുടെ വിഷ്ണുലോകം എന്ന കൃതിക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പുരസ്കാരത്തിന് അർഹമായത്, അല്ലെങ്കിൽ പുരസ്കാരത്തിന് അർഹമാക്കിയത്. അടുത്തത് പുരുഷ ലോക ടെന്നീസ് റാങ്കിങ്ങിൽ ജോക്കോവിച്ചിനെ മറികടന്ന് റഷ്യയുടെ ഡാനിൽ മെദ്വദേവിന് 1ാം റാങ്ക്. അപ്പോൾ പുരുഷ ലോക ടെന്നീസ് റാങ്കിങ്ങിൽ എന്താണ്? പുരുഷ ലോക ടെന്നീസ് റാങ്കിങ്ങിൽ ജോക്കോവിച്ചിനെ മറികടന്ന് റഷ്യയുടെ ഡാനിൽ മെദ്വദേവിന് 1ാം റാങ്ക്. അടുത്തത് കവി സച്ചിദാനന്ദൻ കേരള സാഹിത്യ അക്കാദമി ചെയർമാനാകും. അപ്പോൾ കവി സച്ചിദാനന്ദനാണ് ഇനി എന്ത് ചെയ്യുന്നത്? കേരള സാഹിത്യ അക്കാദമി ചെയർമാനാകും. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. കവി സച്ചിദാനന്ദൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൈസ് ചെയർമാനായി അശോകൻ ചെരുവിലിനെയും സെക്രട്ടറിയായി പ്രൊഫസർ CP അബൂബക്കറിനെയും നിയമിക്കാനാണ് സർക്കാർ തീരുമാനം. അപ്പോൾ സർക്കാർ തീരുമാനമാണ് പറയുന്നത് എന്താണ്? കവി സച്ചിദാനന്ദൻ കേരള സാഹിത്യ അക്കാദമി ചെയർമാനാകും. അതുപോലെ തന്നെ വൈസ് ചെയർമാനായിട്ട് അശോകൻ ചെരുവിലിനെയും സെക്രട്ടറിയായിട്ട് പ്രൊഫസർ CP അബൂബക്കറിനെയും നിയമിക്കാനാണ് സർക്കാർ തീരുമാനം. ലാസ്റ്റ് വൺ. ലോകം മുഴുവൻ ദുരിതം വിതയ്ക്കുന്ന വിനാശകരമായ യുദ്ധം വീണ്ടും. യുക്രൈനെതിരെ വൻ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് റഷ്യ. ഉക്രൈൻ തലസ്ഥാനമായി കീവിലേക്ക് ഇരച്ചു കയറുകയാണ് റഷ്യൻ സൈന്യം. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിൽ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത്. അപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടത് റഷ്യയുടെ തലസ്ഥാനം, അതുപോലെ തന്നെ ഉക്രൈൻ്റെ തലസ്ഥാനം, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ മരണപ്പെട്ട ഇന്ത്യൻ വിദ്യാർത്ഥി, അവരുടെ പേര്, അതുപോലെ തന്നെ ഉക്രൈനിലെ ഇന്ത്യൻ അംബാസിഡർ, അങ്ങനെ റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ, ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞു വയ്ക്കണം. അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയൊരു
സെക്ഷനിൽ ഇതിപ്പോൾ മാർച്ച് 1-ാം ലക്കത്തെ അല്ലേ, ഇനി 2-ാം ലക്കത്തെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും താങ്ക് യു.